നമസ്കാരം. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തോടുകൂടി താൻ ഒരു മഹാദുരന്തമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി. ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വോട്ട് ചോരി എന്ന പവർ പോയിന്റ് പ്രസന്റേഷനുമായി എത്തി കുറെ മലയാളം ചാനലുകളിൽ വലിയ വാർത്തയുണ്ടാക്കുക മാത്രമാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. അത് ബീഹാറിൽ ഒരു ചലനം ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, ബീഹാറിൽ തിരിച്ചടിയാവുകയും ചെയ്തു. രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ 20 വർഷത്തിനിടയിൽ നയിച്ച തിരഞ്ഞെടുപ്പുകൾ നിരവധിയാണ്. തോറ്റ തിരഞ്ഞെടുപ്പുകൾക്ക് ഒരു റെക്കോർഡ് ഉണ്ടെങ്കിൽ ആ റെക്കോർഡ് ലഭിക്കേണ്ടത് രാഹുൽ ഗാന്ധിക്കാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ 95 തെരഞ്ഞെടുപ്പ് പരാജയങ്ങളാണ് രാഹുൽ ഗാന്ധിക്ക് നേരിടേണ്ടി വന്നത്. ഓരോ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുമ്പോഴും വീണ്ടും കുറെ പുതിയ തന്ത്രങ്ങളുമായി രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങുന്നു. അതിന്റെ പുറകെ കുറെ കോൺഗ്രസ് നേതാക്കളും കുറെ മാധ്യമങ്ങളും ഒക്കെ നടക്കുന്നു. എന്നാൽ പതിവ് പോലെ അവിടെയും തോൽവി തന്നെയാണ് ഫലം. രാഹുൽ ഗാന്ധി പരിപാടി അവതരിപ്പിക്കുന്നിടത്തെല്ലാം ഇതാണ് അവസ്ഥ. ഭാരത് ജോഡോ യാത്ര നടത്തി അതിനുശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടി. മഹാരാഷ്ട്രയിൽ പൊട്ടി. കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ആ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 8 നിലയിൽ പൊട്ടാനായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിധി. ഇപ്പോഴിതാ ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസ് ഒരു ചത്ത കുതിരയായിരിക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് രാഹുൽ ഗാന്ധി ഒരു എടുക്കാച്ചരക്കായിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന KC വേണുഗോപാലിനെ ഡൽഹിയിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞു കഴിഞ്ഞു ഉത്തരേന്ത്യൻ ലോബി. ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോലും കൃത്യമായി കോൺഗ്രസിനെ നയിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല എന്നുള്ള വിമർശനം വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തേജസ്വി യാദവുമായിട്ട് 1-2 വേദികൾ പങ്കിട്ടു എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ അതിനുശേഷം കൃത്യമായി തന്ത്രങ്ങൾ മെനഞ്ഞ് കളത്തിലിറങ്ങി കളം പിടിക്കേണ്ട സമയത്ത് വിദേശവാസത്തിലായിരുന്നു, വിദേശയാത്രയിൽ സുഖവാസത്തിലായിരുന്നു രാഹുൽ ഗാന്ധി. ആ സമയത്ത് BJPയോ തങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കളത്തിലിറക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അടക്കം പ്രചരണ യോഗങ്ങളിലെത്തി വമ്പൻ പ്രചരണങ്ങൾ നടത്തി. ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്ന ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി തന്നെ ബീഹാറിലെത്തുന്നത്. ഇതിനിടയിൽ RJDയുമായുള്ള സീറ്റ് തർക്കങ്ങൾ, കടും വാശി പിടിച്ചുകൊണ്ട് പിടിച്ചു നേടിയ 70 സീറ്റുകൾ. ആ 70 സീറ്റുകളിൽ 64 സീറ്റുകൾ ബലി കൊടുത്തു കോൺഗ്രസ്. അതിന് പിന്നാലെയാണ് ഇന്ത്യ മുന്നണിക്കുള്ളിൽ കോൺഗ്രസിനെതിരെ പരസ്യമായ വിമർശനം ഉയർന്നു വരുന്നത്. കോൺഗ്രസിനെ മുൻനിർത്തി, കോൺഗ്രസിനെ നേതൃനിരയിൽ നിർത്തിക്കൊണ്ട് BJPക്കെതിരെ അല്ലെങ്കിൽ NDAക്കെതിരെ ഒരു ഫൈറ്റിനിറങ്ങുന്നത് ആത്മഹത്യാപരമാണ്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു സ്ഥിരതയില്ലാത്ത നേതാവിനെ കൊണ്ട് നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു അതികായനെ വീഴ്ത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നത് ശുദ്ധ മണ്ടത്തരം. രാഹുൽ ഗാന്ധിയെ കൊണ്ട് നരേന്ദ്രമോദിയുടെ രോമത്തിൽ തൊടാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കണം. ഇതാണ് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പറയുന്നത്. ഒരാൾ നേരത്തെ ഇത് കൃത്യമായി പറഞ്ഞിരുന്നു, മറ്റാരുമല്ല മമതാ ബാനർജി. ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ടോ കോൺഗ്രസിനെ കൊണ്ടോ NDAയെയോ നരേന്ദ്രമോദിയെയോ പ്രതിരോധിക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധിക്ക് നേതൃപാഠവുമില്ല, നേതൃഗുണമില്ല. ഒരു നേതാവാനുള്ള ഒരു യോഗ്യതയും രാഹുൽ ഗാന്ധിക്കില്ല. ഇതായിരുന്നു മമതാ ബാനർജി തുറന്നടിച്ചത്. അന്ന് മമതാ ബാനർജി എല്ലാവരും കൂടെ എടുത്തലക്കി. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അതിലേക്ക് തന്നെയാണ് എത്തുന്നത്. കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യ മുന്നണി സഖ്യം. രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി നരേന്ദ്രമോദിയെ എതിരിടാനാകില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറയുന്നു. കോൺഗ്രസിനുള്ളിൽ പോലും രാഹുൽ ഗാന്ധിക്കെതിരെ പടയൊരുക്കം തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ. രാഹുൽ ഗാന്ധിയെ ചില പെട്ടിതൂക്കികൾ നിയന്ത്രിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട പെട്ടിതൂക്കി ആരെന്ന് നമുക്കെല്ലാം അറിയാം. ആ പെട്ടിതൂക്കിയെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് പുകച്ചു ചാടിക്കാനാണ് ഇപ്പോൾ ഡൽഹിയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം.